കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഇന്ന് രാവിലെ സമയം ഈ 4-ാം യാമത്തിന്റെ മീറ്റിംഗിലൂടെ ദൈവവചനത്തെ ശ്രവിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും ദൈവവചന ശ്രോതാക്കൾക്കുമുള്ള ക്രൈസ്തവ പ്രഭാത വന്ദനങ്ങളെ വിനീതമായി അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ഇന്ന് രാവിലെ സമയമായിരിക്കുന്നിടങ്ങളിൽ ഭദ്രമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിങ്കിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. രാവിലത്തെ തിരുവചന ധ്യാനത്തിനായി ധന്യനായ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്ന് വളരെ സുപരിചിതമായ ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുപോകാം. നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവി എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ഒരിക്കൽ കൂടെ വാക്യം വായിക്കുന്നു. നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ഗലാത്യ ലേഖനം പൗലോസിന്റെ തൂലികയിൽ നിന്ന് അടർന്നു വീഴുവാൻ നിരവധി കാരണങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരു പ്രധാന കാരണം ദുരുപദേശം എന്ന ആ പുളിച്ച മാവിനെ ഗലാത്യ സഭയിൽ നിന്ന് എങ്ങനെയും മാറ്റുക എന്നുള്ളതായിരുന്നു പൗലോസിന്റെ ആ വിവിധ കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണം. ഈ ലേഖനത്തിലെ ഒരു പ്രധാന വിഷയം സ്തോത്രം ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്നുള്ളതാണ് ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം. 2 വാക്യങ്ങൾ അതിനാധാരമായി ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഇനി ഈ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെ ഉറപ്പിക്കുന്ന 2-ാമത്തെ വാക്യം അതേ അധ്യായം 5-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പിൻ. അപ്പോൾ ഗലാത്യ ലേഖനത്തിലെ ഒരു പ്രധാന പ്രമേയമാണ് ക്രിസ്തീയ സ്വാതന്ത്ര്യം. ക്രിസ്തീയ സ്വാതന്ത്ര്യം അതൊരു പ്രധാന പ്രമേയമാണെന്നുള്ളതിന്റെ തെളിവാണ് ഈ 2 വാക്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഗലാത്യർ 5:1 5:13. ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഈ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മുടെ വിളി എന്താണെന്ന് പറയുന്നുണ്ട്. 2 നമ്മുടെ സമർപ്പണം എന്താണെന്ന് പറയുന്നു. 3 നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് പറയുന്നു. അതിന്റെ കൂടെ നമുക്ക് 13-ാം വാക്യം കൂടെ ചേർത്ത് പഠിക്കാം. 5:13 കൂടെ ചേർത്ത് പഠിക്കാം. അപ്പോൾ അതിനകത്ത് നമ്മുടെ വിളി എന്താണെന്ന് പറയുന്നു. എന്താണ് നമ്മുടെ വിളി? 13-ാം വാക്യം വളരെ ക്ലിയറായി പറയുന്നു. 5-ാം അധ്യായം 1-ാം വാക്യത്തിലും അത് തന്നെയാണ് പറയുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വിളി
നമ്മളെ എന്തിനു വേണ്ടിയാണ് വിളിച്ചത്? സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് നമ്മെ വിളിച്ചത്. അവിടെ നമ്മുടെ വിളി വ്യക്തമായി പറയുന്നു. അപ്പോൾ ക്രൈസ്തവ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ, ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ വിളിയിൽ തന്നെ ആ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. ഒന്ന്. രണ്ട്, ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു സമർപ്പണ ജീവിതമാണ്. എന്താണ് സമർപ്പണം? 5:1 ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. അതൊരു സമർപ്പണമാണ്. ശ്രദ്ധിക്കണം, അതൊരു സമർപ്പണമാണ്. ആകയാൽ, ഏതിൽ? നാം വിളിയിലൂടെ അനുഭവിക്കുന്ന ആ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൽ നാം ഉറച്ചു നിൽക്കുന്നത് ഒരു സമർപ്പണമാണ്. 3, ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് നമ്മുടെ ലക്ഷ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു. എന്താണ് നമ്മുടെ ലക്ഷ്യം? 5:1 പറയുന്നു, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അടിമനുഖത്തിൽ പിന്നെയും എന്ത് ചെയ്യരുത്? കുടുങ്ങിപ്പോകരുത്. സ്തോത്രം. അപ്പോൾ ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്ന ഈ വിഷയത്തെ 5-ാം അധ്യായത്തിന്റെ 1-13 വാക്യങ്ങളിലൂടെ പൗലോസ് ആ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ പൗലോസ് ക്ലിയർ ആയി പറഞ്ഞു എന്താണ് ക്രൈസ്തവ സ്വാതന്ത്ര്യം. ഒന്ന്, അത് നമ്മുടെ വിളിയിലൂടെ ലഭിക്കുന്നതാണ്. 2, അത് നമ്മുടെ സമർപ്പണ ജീവിതമാണ്. 3, അത് നമ്മുടെ ലക്ഷ്യമാണ്. നിങ്ങൾ ഈ ഗലാത്യ ലേഖനത്തെ പഠിച്ചാൽ വളരെ മനോഹരമായി പഠിക്കാൻ പറ്റുന്ന ലേഖനമാണ്. സ്തോത്രം. 1-2 അധ്യായങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകാം. പൗലോസ് തന്റെ വ്യക്തിപരമായ ചില കാര്യങ്ങളാണ് 1-2 അധ്യായങ്ങളിൽ പറയുന്നത്. അതിന് പ്രത്യേക കാരണമുണ്ട്. ഞാൻ പല ഈ ലേഖനം വായിച്ച് ആലോചിച്ച് 2 അധ്യായമൊക്കെ വ്യക്തിപരമായ കാര്യം പറയാൻ വേണ്ടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര അന്യായമല്ല ഞാൻ ചിന്തിച്ചു. കാരണം വ്യക്തിപരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നടത്ത് പോയെന്നോ ഇന്നത് കഴിച്ചെന്നോ കുടിച്ചെന്നൊന്നും അല്ല. പിന്നെ പൗലോസിന്റെ വ്യക്തിപരമായ കാര്യം എന്ന് പറഞ്ഞാൽ തന്റെ വിളിയെക്കുറിച്ച്, താൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തെക്കുറിച്ച്, താൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന്റെ ഉറവിടം എന്താണെന്ന്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പൗലോസ് ഈ 2 അധ്യായങ്ങളിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. താൻ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്, തന്നോട് ആരാണ് സുവിശേഷം പറഞ്ഞത്, തനിക്ക് എങ്ങനെയാണ് എൻകൗണ്ടർ ഉണ്ടായത്, തന്റെ വിളി എന്താണ്, അല്ലെങ്കിൽ താൻ പ്രസംഗിക്കുന്ന സുവിശേഷം എന്താണ്, അതിന്റെ ഉറവിടം എന്താണ്. അപ്പം ഇത് ഈ 2 അധ്യായം എടുത്ത് വിശദമായി പറയാനുള്ള കാരണം പൗലോസിന്റെ അപ്പോസ്തോലിത്വത്തിനെതിരെ ആ കാലങ്ങളിൽ ശക്തമേറിയ തർക്കങ്ങൾ നിന്നിരുന്നു. കുറച്ചാളുകൾ അവര് യോഹന്നാനെ പോലെയോ പത്രോസിനെ പോലെയോ യാക്കോബിനെ പോലെയോ ഒന്നും പൗലോസ് യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്നിട്ടില്ലെന്നും അതുകൊണ്ട് പൗലോസിന്റെ അപ്പോസ്തോലിത്വത്തെ നമ്മൾ അങ്ങ് അംഗീകരിക്കേണ്ടെന്നും ഒക്കെയുള്ള കുറെ തർക്കങ്ങളും വാദങ്ങളും ഒക്കെ നിലനിന്നത് കൊണ്ട് പൗലോസ് എന്ത് ചെയ്തു? ആദ്യത്തെ 2 അധ്യായങ്ങളിലൂടെ യേശുവിന്റെ കൂടെ നടന്ന അതേ അപ്പോസ്തലന്മാർക്ക് തത്തുല്യമാണ് താനെന്ന്, തന്റെ രക്ഷയും തന്റെ വിളിയും തനിക്ക് ഡമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ചുണ്ടായ ഡയറക്റ്റ് യേശുക്രിസ്തുവുമായുള്ള എൻകൗണ്ടറും താൻ അതിനുശേഷം അറേബ്യൻ മരുഭൂമിയിൽ വെച്ച് പ്രാപിച്ചെടുത്ത ദൈവിക വെളിപ്പാടുകളെ കുറിച്ചും താൻ പ്രസംഗിക്കുന്ന സുവിശേഷം എന്താണെന്നും ആ സുവിശേഷത്തിന്റെ ഉറവിടം എന്താണെന്നൊക്കെ പറഞ്ഞ് പൗലോസ് ആധികാരികമായി തന്റെ അപ്പോസ്തോലിത്വത്തെ തെളിയിക്കാനാണ് പൗലോസ് 1-2 അധ്യായങ്ങൾ ഉപയോഗിക്കുന്നത്. സ്തോത്രം. ഇനി നിങ്ങൾ 3-4 അധ്യായങ്ങളിലേക്ക് വന്നാൽ 3-4 അധ്യായങ്ങളിൽ ഉപദേശ വിഷയങ്ങളാണ് പറയുന്നത്. ഉപദേശ വിഷയം എന്ന് പറഞ്ഞാൽ ചുമ്മാ എന്തെങ്കിലും വാരി വലിച്ച് കുറെ ഉപദേശം പറയല്ല. പിന്നെ ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്ന വിഷയത്തെ കുറിച്ചുള്ള ഒരു ഉപദേശമാണ് പൗലോസ് പറയുന്നത്. ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്ന വിഷയത്തെ കുറിച്ചുള്ള ഉപദേശമാണ് എന്ന് പറഞ്ഞാല് ലളിതമായി പറയാം, ന്യായപ്രമാണത്തിൽ നിന്നും പാപത്തിൽ നിന്നും ഒരാൾ എങ്ങനെയാണ് വിടുതൽ അനുഭവിക്കുന്നതെന്ന്, ഒരാൾ എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നതെന്ന്, ഒരാൾ എങ്ങനെയാ ക്രൈസ്തവ സ്വാതന്ത്ര്യം, ക്രിസ്തീയ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു എന്നുള്ള അതിന്റെ ഉപദേശ വിഷയങ്ങളാണ് 3-4 അധ്യായങ്ങളിൽ
പൗലോസ് വ്യക്തമാക്കുന്നത്. സ്തോത്രം. അപ്പം ആദ്യത്തെ 2 അധ്യായങ്ങളിൽ തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം 3-4 അധ്യായങ്ങളിൽ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ ഉപദേശ വിഷയങ്ങൾ, ന്യായപ്രമാണത്തിൽ നിന്നും പാപത്തിൽ നിന്നും ഒരാൾ എങ്ങനെ വിടുവിക്കപ്പെടുന്നു, എങ്ങനെയാണ് ഒരാൾ നീതീകരിക്കപ്പെടുന്നത്, എങ്ങനെ ഒരാൾക്ക് ക്രിസ്തീയ സ്വാതന്ത്ര്യം അനുഭവസ്ഥമാക്കാൻ കഴിയും, ഇങ്ങനെയുള്ള വിഷയത്തിന്റെ ഒരു വിശദമായിട്ടുള്ള ഉപദേശമാണ് പൗലോസ് വളരെ വ്യക്തമാക്കുന്നത്. എന്നാൽ 5-6 അധ്യായം, ഇതൊന്നും ഈ 5-6 അധ്യായം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചപ്പോൾ അതൊരു ഒരാഴ്ചത്തേക്കുള്ളൊരു ബൈബിൾ സ്റ്റഡിക്കുള്ള വിഷയമാണിത്. സ്തോത്രം. 5-6 അധ്യായമാണ് ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ പ്രായോഗിക വശങ്ങൾ. സ്തോത്രം. വെരി ഡീപ്പ് സ്റ്റഡിയാണ്. സ്തോത്രം. ഒരുമാതിരിപ്പെട്ട മൂളയുള്ളവർക്കൊക്കെ മനസ്സിലാകത്തുള്ളൂ, എല്ലാവർക്കും ഒട്ട് പിടികിട്ടത്തുമില്ല. സ്തോത്രം. കാരണം അങ്ങനെയുള്ളൊരു രീതിയിലാണ് പൗലോസ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ പ്രായോഗിക വശങ്ങളാണ് 5-6 അധ്യായങ്ങൾ. സ്തോത്രം. ഇനി ഗലാത്യ ലേഖനം ഡിമാൻഡ് ചെയ്യുന്ന, ഞാൻ ഈ പല പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് ഈ വിഷയത്തെക്കുറിച്ച്, പക്ഷേ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ ഡിമാൻഡ് ചെയ്യുന്ന അതിപ്രധാനപ്പെട്ട 4 ക്രിസ്തീയ സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 4 ക്രിസ്തീയ സ്വാതന്ത്ര്യങ്ങൾ. സ്തോത്രം. ഒന്നാമത്തെ ക്രിസ്തീയ, എനിക്ക് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയമില്ല, ഞാൻ ഇതെല്ലാം നാളെ ഓടിച്ചു പറയും. നമ്മുടെ ജസ്റ്റ് ആ വാക്യത്തിലേക്ക് ഒന്ന് വരണം. സ്തോത്രം. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് നാം അനുഭവിക്കേണ്ടതായിട്ടുള്ള, നാം നമ്മുടെ പേഴ്സണൽ ലൈഫിൽ എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യേണ്ട 4 ക്രിസ്തീയ സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നു. അതിൽ ഒന്നാമത്തെ ക്രിസ്തീയ സ്വാതന്ത്ര്യം റിലേഷണൽ ഫ്രീഡമാണ്, അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്കതിനെ ബന്ധ സ്വാതന്ത്ര്യം എന്ന് പറയാം. ബന്ധ സ്വാതന്ത്ര്യം എന്ന് പറയാം. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സ്വാതന്ത്ര്യം എന്നുള്ള വിഷയം പൗലോസ് അല്ല ആദ്യമായിട്ട് പറഞ്ഞത്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് പറഞ്ഞത്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 8-ാം അധ്യായത്തിൽ കർത്താവ് വളരെ വിശദമായി ഈ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ശേഷം പൗലോസാണ് അതിനെ ഡീപ്പായിട്ട് നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത്. സ്തോത്രം. ഒന്നാമത്തെ പൗലോസ് പറയുന്ന ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൽ ഒന്നാമത്തെ സ്വാതന്ത്ര്യമാണ് ബന്ധ സ്വാതന്ത്ര്യം. അതാണ് നമ്മൾ വായിച്ച കുറുവാക്യം. ഞാനതിലേക്ക് വരും. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. സ്തോത്രം. ഇനി ഗലാത്യ ലേഖനം ഡിമാൻഡ് ചെയ്യുന്ന രണ്ടാമത്തെ ക്രിസ്തീയ സ്വാതന്ത്ര്യം, നാം അനുഭവിക്കേണ്ട രണ്ടാമത്തെ ക്രിസ്തീയ സ്വാതന്ത്ര്യം മോറൽ ഫ്രീഡം, അതായത് ധാർമ്മിക സ്വാതന്ത്ര്യം എന്നുള്ള വിഷയമാണ്. ധാർമ്മിക സ്വാതന്ത്ര്യം അത് നമുക്ക് ഗലാത്യ ലേഖനം 5-ന്റെ 24-ൽ കാണാൻ കഴിയുന്നുണ്ട്. 5-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഇനി പഠിക്കാൻ പറ്റുന്നവർക്ക് ആ 24-ാം വാക്യത്തിൽ നിന്ന് മറ്റൊരു പഠനമുണ്ട്. ക്രൂശിച്ചിരിക്കുന്നു എന്ന് ഗലാത്യ ലേഖനത്തിൽ 6 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 6 കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നവർ, അതൊരു വലിയ വിഷയമാണ്, ഒരു പ്രസംഗ വിഷയമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ്. ക്രൂശിച്ചിരിക്കുന്നു എന്ന് പ്രധാനമായി 5 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പഠിക്കുന്ന ആൾക്ക് 6 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ആയിത്തീരുന്നു ഗലാത്യ ലേഖനത്തിൽ നിന്നത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇത് മോറൽ ഫ്രീഡത്തെ കുറിച്ചാണ് പറയുന്നത്, ധാർമ്മിക സ്വാതന്ത്ര്യം. ഇനി മൂന്നാമത് ലീഗൽ ഫ്രീഡം എന്നുള്ളതാണ് മൂന്നാമത്തെ സ്വാതന്ത്ര്യം, നാം അനുഭവിക്കേണ്ട മൂന്നാമത്തെ ക്രൈസ്തവ സ്വാതന്ത്ര്യം, നിയമാനുസൃതമായിട്ടുള്ള സ്വാതന്ത്ര്യം. ഗലാത്യർ 3-ന്റെ 13-ൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. 3-ന്റെ 13-ൽ അവിടെ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു.
ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അവിടെ എഴുതിയിരിക്കുന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ആ വിലയ്ക്ക് വാങ്ങി എന്നുള്ളതാണ് നിയമാനുസൃത സ്വാതന്ത്ര്യം, ലീഗൽ ഫ്രീഡം. ഇതെല്ലാം വിശദമായി പഠിക്കേണ്ട 4 സ്വാതന്ത്ര്യം തന്നെയാണ്. അവസാനമായി 4-മത്തെ ക്രിസ്തീയ സ്വാതന്ത്ര്യമാണ് കിങ്ഡം ഫ്രീഡം. കിങ്ഡം ഫ്രീഡം, രാജ്യ സ്വാതന്ത്ര്യം. രാജ്യ സ്വാതന്ത്ര്യം. ഗലാത്യലേഖനം 1-ാം അധ്യായത്തിൽ തന്നെ തുടങ്ങുമ്പോൾ തന്നെ പൗലോസ് അത് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്, രാജ്യ സ്വാതന്ത്ര്യത്തെ കുറിച്ച്. അത് ഗലാത്യലേഖനത്തിൽ മാത്രം നിന്ന് പഠിക്കാതെ പത്രോസിന്റെ ലേഖനമൊക്കെ കുറച്ചുകൂടി ബെറ്ററാണ്. 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു. പത്രോസിന്റെ ലേഖനത്തിലാണ് പറഞ്ഞത്, നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ചു. അപ്പോൾ രാജ്യസ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുകയാണ്. സ്തോത്രം. ഇങ്ങനെ ഗലാത്യലേഖനം ഡിമാൻഡ് ചെയ്യുന്ന 4 പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പൗലോസ് ആധികാരികമായി ഈ ലേഖനത്തിലൂടെ സംസാരിക്കുക. അതിൽ നമ്മുടെ ലൈഫിൽ കുറച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വാതന്ത്ര്യമാണ് റിലേഷണൽ ഫ്രീഡം, ബന്ധ സ്വാതന്ത്ര്യം. സ്തോത്രം. ബന്ധ സ്വാതന്ത്ര്യം. എന്ത് ബന്ധമാണ് നമുക്ക് പുത്രൻ വരുത്തി തന്നത്? അതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. എന്ത് ബന്ധമാണ് പുത്രൻ നമുക്ക് വരുത്തി തന്നത്? സ്തോത്രം. ഗലാത്യ ലേഖനത്തിൽ അത് വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവന് ഒരു സ്വാതന്ത്ര്യം ലഭിക്കുകയാണ് ഇവിടെ. സ്തോത്രം. ആ സ്വാതന്ത്ര്യം ദൈവവുമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. ദൈവവുമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ദൈവവുമായുള്ള ബന്ധത്തിൽ എന്തോ ഒരു ബന്ധം ലഭിക്കുന്നുണ്ട്. ഒരാൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിമിഷം ആ ആൾക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പ്രത്യേക ബന്ധം ലഭിക്കും. ആ ബന്ധം എന്താണ്? അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്, 4:6 പറയുന്നത്, ആ ബന്ധം മക്കൾ എന്ന ബന്ധമാണ്. നിങ്ങൾ മക്കളാകൊണ്ട് മക്കൾ എന്ന ബന്ധത്തിലേക്ക് നാം വരികയാണ്. അല്ലെങ്കിൽ ദൈവത്തിന്റെ മകൻ എന്ന ബന്ധത്തിലേക്ക്, ദൈവത്തിന്റെ പുത്രൻ എന്ന ബന്ധത്തിലേക്ക് നാം മാറ്റപ്പെടുകയാണ്. അതാണ് ബന്ധ സ്വാതന്ത്ര്യം. അപ്പോൾ യേശുക്രിസ്തുവിൽ ഒരാൾ വിശ്വസിക്കുമ്പോൾ പിതാവായ ദൈവവുമായി അവർക്ക് ലഭിക്കുന്ന ഒരു ബന്ധം മക്കൾ, മകൻ, പുത്രൻ, ഈ ബന്ധത്തിലേക്ക് ഒരാൾ മാറ്റപ്പെടുകയാണ്. അതാണ് ബന്ധ സ്വാതന്ത്ര്യം. ദൈവം എൻ്റെ പിതാവാണ്, ആ ഒരു തലത്തിലേക്ക് അവർ മാറ്റപ്പെടുകയാണ്. വെറും സാധാ ദൈവം എന്ന ഒരു ചിന്തയിൽ നിന്ന് ബന്ധം നമുക്ക് വരുമ്പോൾ നാം മക്കൾ അല്ലെങ്കിൽ മകൻ, പുത്രൻ എന്ന ആ ബന്ധത്തിലേക്ക് നാം മാറ്റപ്പെടുമ്പോൾ ദൈവം എന്ന കൺസെപ്റ്റിൽ നിന്ന് ദൈവം നമ്മുടെ പിതാവായി മാറ്റപ്പെടുകയാണ്. സ്തോത്രം. അപ്പോൾ ദൈവം നമ്മുടെ പിതാവായി മാറ്റപ്പെടാൻ എന്താണ് യേശുക്രിസ്തു ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഹൃദയങ്ങളിൽ സ്വപുത്രന്റെ ആത്മാവിനെ അയച്ചു. എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തെ ഡാഡി എന്ന് വിളിക്കാൻ നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുക. ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞേ മതിയാവൂ. നമുക്ക് പിതാവിനെ ഡാഡി എന്ന് വിളിക്കാൻ, ഏതു സമയവും ഡാഡി എന്ന് വിളിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്, പദവി ലഭിച്ചത് നമ്മുടെ ഹൃദയങ്ങളിൽ അയക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിമിത്തമാണ്. സ്തോത്രം.
ആ പരിശുദ്ധാത്മാവിലൂടെയാണ് മക്കൾ, അപ്പൻ, ബന്ധ സ്വാതന്ത്ര്യം നാം നേടിയെടുത്തത്. സ്തോത്രം. അപ്പോൾ ധൈര്യത്തോടെ അതൊരു ചിലർക്കൊരു ചിരിയൊക്കെ ആയിട്ട് വരും. കഴിഞ്ഞ ദിവസം ഒരാള് ദൈവദാസം സ്റ്റേജിൽ നിന്ന് ഡാഡി എന്ന് വിളിച്ച് മൈക്കിലൂടെ കരയുമ്പം അതിന്റെ അടിയിൽ പലരും കൊണ്ടുവന്ന് വളരെ മോശകരമായ കമന്റുകൾ ഇട്ടേക്കുന്നത്. സ്തോത്രം. വേദപുസ്തകത്തെ കുറിച്ച് വലിയ അറിവില്ലാത്തതുകൊണ്ടാണ് ആളുകൾ സംസാരിക്കുന്നത്. ലോകമനുഷ്യർക്കെല്ലാം ദൈവമുണ്ട്, നമുക്ക് വെറും ദൈവമല്ല. നാം പ്രാപിച്ച ക്രിസ്തീയ സ്വാതന്ത്ര്യം പുത്രത്വത്തിന്റെ സ്വാതന്ത്ര്യമാണ്, മക്കളാകാനുള്ള സ്വാതന്ത്ര്യമാണ്. അങ്ങനെങ്കിൽ എനിക്കൊരു നല്ല ഡാഡി ഉണ്ട്. സ്തോത്രം. എനിക്കൊരു നല്ല പിതാവ് ഉയരത്തിലുണ്ട്. ഞാൻ നിങ്ങളോട് കാര്യം പറയാം, നിങ്ങൾക്ക് പലർക്കും പിതാവായിട്ടില്ല. പിതാവായിട്ടുണ്ടെങ്കിൽ അതിന് ലഭിക്കുന്ന കുറെ ആനുകൂല്യങ്ങളുണ്ട്. പിതാവായിട്ടുണ്ടെങ്കിൽ അതിന് ലഭിക്കുന്ന കുറെ ആനുകൂല്യങ്ങൾ എന്ന് പറയണ്ട, കുറെ അവകാശങ്ങൾ. അതെ, അതാണ് കുറച്ചുകൂടി ബെറ്റർ ആയ പദം. പിതാവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ അപ്പനും മക്കളും എന്നുള്ള ബന്ധ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട, ന്യായമായി ലഭിക്കേണ്ട പല അവകാശങ്ങളും നമുക്കുണ്ട്. സ്തോത്രം. ഞാൻ ഈ ഭാഗത്തുനിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകാം. സ്തോത്രം. നേരത്തെ പണ്ടത്തെ നമ്മുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? പണ്ട് നമ്മൾ പാപത്തിന്റെ ദാസനായിരുന്നു. സ്തോത്രം. എന്നാൽ നമ്മൾ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നാം ഒരു ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. സ്തോത്രം. ദൈവവുമായി വലിയ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ വന്നു. ആ ബന്ധമാണ് മക്കൾ, മകൻ, പുത്രൻ എന്നുള്ള ബന്ധം. അപ്പോൾ ഇപ്പോൾ നാം പിതാവും മക്കളുമാണ്, അപ്പനും മക്കളും എന്നുള്ള ബന്ധ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ, അഭിസംബോധന ചെയ്യാനുള്ള ഒരു വലിയ ബന്ധം. സ്തോത്രം. ഒരു വലിയ ക്രിസ്തീയ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിരിക്കുകയാണ് പരിശുദ്ധാത്മാവിന് നിമിത്തം. സ്തോത്രം. നിങ്ങൾ പഴയ നിയമം വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും, 2 കൽപ്പലകകളിലാണ് കൽപ്പനകൾ ദൈവം കൊടുത്തു വിടുന്നത് മോശയുടെ കയ്യിൽ. എനിക്ക് തോന്നുന്നു മുഴുവൻ ടോട്ടലി 632 കൽപ്പനകൾ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. 632ഓളം കൽപ്പനകളുണ്ട്. അത് 2 കൽപ്പലകകളിലായിട്ടാണ് കൊടുത്തു വിടുന്നത്. നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ചിന്ത അറിയാം. ഈ 10 കൽപ്പനകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. 10 കൽപ്പനകൾ എല്ലാവർക്കും അറിയാലോ, പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നു. സ്തോത്രം. ഈ 10 കൽപ്പനകളിൽ ആദ്യത്തെ 4 കൽപ്പനകൾ ഒരു കൽപ്പലകയ്ക്കകത്തും ബാക്കി വരുന്ന 6 കൽപ്പനകൾ രണ്ടാമത്തെ കൽപ്പലയ്ക്കകത്തുമാണ് എഴുതി വിട്ടേക്കുന്നത്. അങ്ങനെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. സ്തോത്രം. ഞാൻ ഓർത്തൊക്കെ ചുമ്മാ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ എനിക്കത് കുറച്ചുകൂടെ മനസ്സിലാക്കിയപ്പോഴാണ് പിടികിട്ടിയത്. ഈ 2 കൽപ്പലകകളുമായിട്ടാണ് മോശ ഇറങ്ങി വരുന്നത്. ആദ്യത്തെ തല്ലി പൊട്ടിച്ച് കളഞ്ഞ് രണ്ടാമത് മോശ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലുകയായിരുന്നു. സ്തോത്രം. അപ്പൊ 632ഓളം കൽപ്പനകളുണ്ട്, ന്യായപ്രമാണത്തിന്റെ കൽപ്പനകളുണ്ട് ഇതിനകത്ത്, 2 ടോട്ടലി. അതിൽ 10 കൽപ്പനകൾ ശ്രദ്ധിച്ചാൽ ആദ്യത്തെ കൽപ്പലകകളിൽ ഒന്നിലാണ് 4 ഈ 10 കൽപ്പനകൾ എഴുതിയിരിക്കുന്നു. മറ്റേ 6 കൽപ്പനകൾ രണ്ടാമത്തെ കൽപ്പനകളാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ ആ ക്രമീകരണം തന്നെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു പ്രധാന കാര്യം, ഒന്നാമത്തെ കൽപ്പലകകളിൽ എഴുതിയിരിക്കുന്ന 4 കൽപ്പനകൾ ദൈവവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ദൈവവുമായി ബന്ധപ്പെട്ട മാത്രം. മനസ്സിലാകുന്നുണ്ടോ? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്, വിഗ്രഹങ്ങളെ നിങ്ങൾ ഉണ്ടാക്കരുത്, ഇങ്ങനെ ദൈവവുമായി ബന്ധപ്പെട്ടുള്ളതാണ് 4. സ്തോത്രം. എന്നാൽ രണ്ടാമത്തെ കൽപ്പലകകളിലാണ് ബാക്കി 6 കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. ഇനി അതിനകത്ത് ഒരു ചിന്ത പറയാം. ഈ രണ്ടാമത്തെ കൽപ്പലകകളിൽ കൊടുത്തിരിക്കുന്ന 6 ആദ്യത്തെ കൽപ്പന എന്താണെന്നറിയാമോ?
ആദ്യത്തെ കൽപ്പന. സ്തോത്രം. ആദ്യത്തെ കൽപ്പന മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കുക. അതുകൊണ്ടായിരിക്കാം എഫേസ്യ ലേഖനത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ പൗലോസ് ഈ വിഷയത്തെ, ഈ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ള വിഷയത്തെ എഫേസ്യർ 6:3 പറയുന്നത്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാക്തത്വത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. കണ്ടോ? സത്യത്തിൽ കൽപ്പനക അതിനകത്ത് ക്രമീകരിച്ചിരിക്കുന്ന കൽപ്പനകൾ വായിക്കുമ്പോൾ ആദ്യത്തെ കൽപ്പന അതല്ല. ആദ്യത്തെ കൽപ്പന വേറെതാ. പക്ഷേ ഈ രണ്ട് കൽപ്പലകകളിലായി ഒന്നിൽ 4ഉം ഒന്നിൽ 6ഉമായി ക്രമീകരിച്ചിരിക്കുമ്പോൾ രണ്ടാമത്തെ കൽപ്പലകയിൽ എഴുതിയിരിക്കുന്ന 6 കൽപ്പനകളിൽ ആദ്യത്തെ കൽപ്പനയാണ് ഏത്? അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത്. സ്തോത്രം. ദൈവം എന്തിനാണ് ഇത്രയും പ്രാധാന്യം കൊടുത്തത് ആ വിഷയത്തിൽ? അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത്. ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് വിശകലനം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, സ്തോത്രം, മാതാപിതാക്കളില്ലാത്ത ഒരു മനുഷ്യനും ഭൂമിയിലില്ല. ഭാര്യയില്ലാത്ത ആളുകളുണ്ട്, സുഹൃത്തുക്കളില്ലാത്ത ആളുകളുണ്ട്, മക്കളില്ലാത്ത ആളുകളുണ്ട്. പക്ഷേ മാതാപിതാക്കളില്ലാത്ത ഒരാളും ഭൂമിയിലില്ല. ഇനി അനാഥാലയത്തിൽ വളർന്നവർ, അതിൽ അവർക്ക് അപ്പനും അമ്മയും ആരെന്ന് അറിയത്തില്ലെന്നുള്ളൂ, പക്ഷെ അവർക്കൊരു അപ്പനും അമ്മയും ഉണ്ട്. ലോകത്ത് മാതാപിതാക്കളില്ലാത്ത ഒരു മനുഷ്യനും ഉണ്ടായിട്ടില്ല. സ്തോത്രം. സുഹൃത്തുക്കളും ഭാര്യയും മക്കളും ഒക്കെ ഇല്ലാത്ത പലരുമുണ്ട്. അപ്പോൾ മാതാപിതാക്കൾ എന്നുള്ളത് അത്ര ഗൗരവമുള്ള ബന്ധമാണ്. ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ കുഞ്ഞ് ആദ്യം വിളിക്കുന്നത് അളിയാന്നോ നാത്തൂനെ എന്നൊന്നല്ല വിളിക്കുന്നത്. പിന്നെന്താ വിളിക്കുന്നത്? ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ അപ്പൻ. നോക്കിക്കേ, ദൈവം അതൊക്കെ എത്ര സിസ്റ്റമാറ്റിക്കലായിട്ടാ ജനിച്ചു വീഴുന്ന കുഞ്ഞിൽ വേറെ ഒന്നും ആ കുഞ്ഞിൽ വരുന്നില്ല. വേറെ ഒന്നും വഴങ്ങിയില്ലെങ്കിൽ ഇത് വരുന്നുണ്ട്. എങ്ങനെയാണ് ഇത് വരുന്നത്? സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, നമ്മുടെ ദൈവം, പ്രപഞ്ചത്തെ നിർമ്മിച്ച ദൈവം, സർവചരാചരങ്ങളെയും വിളിച്ചു വരുത്തിയ ദൈവത്തെ ഇന്ന് രാവിലെ വന്ന് സിമ്പിളായിട്ട് ഡാഡി എന്ന് വിളിക്കാൻ, പിതാവേ എന്ന് വിളിക്കാൻ നിനക്ക് ലഭിച്ച ആ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെ എല്ലാ ദിവസവും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത എത്ര ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ട്? സ്തോത്രം. ഇന്ന് രാവിലെ സമയം നിനക്ക് ലഭിച്ച സ്വാതന്ത്ര്യം അപ്പൻ മകൻ ബന്ധമാണ്. അത് പിതാവേ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറിയ സ്വാതന്ത്ര്യമല്ല. സ്തോത്രം. ഇനി ഒരു പിതാവിനെ സംബന്ധിച്ച് ഓടിച്ചു പറയാം. ഒരു പിതാവിനെ സംബന്ധിച്ച് 3 പ്രധാന ഉത്തരവാദിത്തങ്ങളാണ് ഒരു പിതാവിനുള്ളത്. ആ ഉത്തരവാദിത്തങ്ങൾ പിതാവ് ചെയ്തില്ലെങ്കിൽ അതിന്റെ പരിണിത ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. സ്തോത്രം. ഒരു പിതാവിന്റെ 3 പ്രധാന ഉത്തരവാദിത്തങ്ങൾ. ഒന്നാമത്തെ ഉത്തരവാദിത്തം, സ്തോത്രം, മക്കൾക്ക് നല്ല ആലോചന കൊടുക്കുക, ഗൈഡൻസ് കൊടുക്കുക. അത് കൊടുക്കാത്തതിന്റെ പരിണിതഫലം അനുഭവിച്ച ആളാണ് ഏലി എന്ന് പറയുന്ന പുരോഹിതൻ. ദൈവം വളരെ വ്യക്തമായി പറയുന്നുണ്ട് ശമൂവേലിന്റെ പുസ്തകത്തിൽ. ആ വിഷയത്തിൽ ഏലിയെ പരിശുദ്ധാത്മാവ് കർശനമായി വിലക്കുകയും താക്കീത് കൊടുക്കുകയും ചെയ്തു. അതിന്റെ ഫലം എന്താ? മക്കളുടെ മരണം കൺമുമ്പിൽ കാണേണ്ടി വന്നു. ഒരു പിതാവിന്റെ കൃത്യമായ ഉത്തരവാദിത്വമാണ് മക്കൾക്ക് കൃത്യമായ ഗൈഡൻസ്, ആലോചന പറഞ്ഞു കൊടുക്കുക. ആലോചന പറഞ്ഞു കൊടുക്കണമെങ്കിൽ നീ മര്യാദയ്ക്ക് അവരുടെ മുന്നിൽ ജീവിച്ച് കാണിക്കണം ആദ്യം. സ്തോത്രം. ഇനി രണ്ടാമത്തെ ഒരു പിതാവിന്റെ ഉത്തരവാദിത്തമാണ്
മക്കളെ ശിക്ഷിച്ചു വളർത്തുക എന്നുള്ളത്. ഇതൊക്കെ വലിയ പ്രശ്നമായി. ഇപ്പം ശിക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ കോടതി കയറേണ്ട വിഷയമായി മിക്കവാറും. അതെ, മിക്കവാറും രാജ്യങ്ങളിലും ഇന്ത്യയിലും ഒക്കെ ഇതിന്റെ പ്രശ്നങ്ങളായി ഇപ്പൊ സംഭവിക്കുന്നില്ല. ശിക്ഷിച്ചു വളർത്തണം. 3, ആലോചന കൊടുത്താൽ പോരാ, ശിക്ഷിച്ചു വളർത്തിയാൽ പോരാ, പിന്നെ മക്കൾക്ക് വേണ്ടി കരുതണം. ഒരു പിതാവിന്റെ ഉത്തരവാദിത്വമാണ്. ഇത് 3 ചെയ്തവനെ മാത്രമേ പിതാവെന്ന് അക്ഷരാർത്ഥത്തിൽ വിളിക്കാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ ഈ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നവൻ. ഇത് ചെയ്യാത്തവനെല്ലാം ഇതിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കും. നേരത്തെ കാലത്തും വല്ല ഏതെങ്കിലും കോട്ടേജൊക്കെ വാർദ്ധക്യത്തിൽ പാർക്കാൻ ബുക്ക് ചെയ്ത് വെച്ചേക്കണം, അത്രേ ഉള്ളൂ. ഇനി ഞാന് മുമ്പേ പറഞ്ഞില്ല, നമുക്ക് ലഭിച്ച ബന്ധം എന്താ ഞാൻ പറഞ്ഞു. എന്താ? ഡാഡി എന്ന് വിളിക്കാൻ, പിതാവി എന്ന് വിളിക്കാനുള്ള ബന്ധമാണ് നമുക്ക് ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് പാർക്കുന്ന ഒരപ്പൻ മക്കൾക്ക് വേണ്ടി 3 കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പിതാവും അങ്ങനെ തന്നെയാണോ? ഈ 3 കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ? അത് ഒന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. സ്തോത്രം. നിശ്ചയമായും ലോകപ്രകാരം ജനിക്കുന്ന ഒരു മകന് വേണ്ടി ഒരു അപ്പൻ ഈ 3 ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നാം ഡാഡി എന്ന് വിളിക്കുന്ന, പിതാവേ എന്ന് വിളിക്കുന്ന ആ അപ്പൻ നമുക്ക് വേണ്ടി എത്ര അധികമായി 3 കാര്യങ്ങൾ ചെയ്യും. സ്തോത്രം. നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്താണ്? ഒരു അപ്പൻ മകന് ചെയ്തു കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം കൃത്യമായ ഗൈഡൻസ്. അവൻ ആലോചന പറഞ്ഞു കൊടുത്തു കൊണ്ടുപോകണം. സ്തോത്രം. നമുക്കത് ലഭിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. 32-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. 32-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 32:8. എന്താണ് അവിടെ പറയുന്നത്? ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഇത്ര കൃത്യമായി ആലോചന പറഞ്ഞു തരുന്ന, ഉപദേശം പറഞ്ഞു തരുന്ന, ഗൈഡൻസ് നൽകി തരുന്ന ഒരു നല്ല പിതാവ് നമുക്കുണ്ട്. ഇതാ ഞാൻ മുമ്പേ പറഞ്ഞത്. ഡാഡി ആയി തീർന്നാൽ, അവൻ നിനക്ക് പിതാവായി തീർന്നാൽ ലഭിക്കുന്ന ഒന്നാമത്തെ അവകാശമാണ് നിന്റെ ചുറ്റുപാട് ആർക്കും കിട്ടാത്ത ഒരു ആലോചന അവൻ നിനക്ക് നൽകും. നിന്റെ കുടുംബത്തിൽ ആർക്കും ലഭിക്കാത്ത ഒരു ഗൈഡൻസ്, ഒരിക്കലും വഴിപിഴയ്ക്കാത്ത, ലക്ഷ്യം തെറ്റാത്ത, വഴിയിൽ പട്ടുപോകാത്ത കൃത്യമായൊരു ഗൈഡൻസ് നൽകി തരുന്ന നിന്നെ നടത്താൻ അവൻ ശക്തനാണ്. സ്തോത്രം. ഇനി അത് മാത്രമല്ല, സ്തോത്രം. 2, ഈ പിതാവും ശിക്ഷിച്ചു വളർത്തുന്ന പിതാവാണ്. സ്തോത്രം. എബ്രായ ലേഖനത്തിലേക്ക് വന്നാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 12-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നോക്കി. ഈ പിതാവ് സ്നേഹം മാത്രം തരുന്നൊരു പിതാവല്ല. പിന്നെ ഈ പിതാവ് മക്കൾ വഴി മാറിയാൽ ശിക്ഷിച്ചു വളർത്തുന്ന പിതാവാണ്. എബ്രായർ 12:6. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞോ? സ്തോത്രം. അപ്പോൾ ഈ പിതാവ് എങ്ങനെയാണ്? നിന്റെ ചുവടുകൾ തെറ്റിയാൽ, നിന്റെ ഡെസ്റ്റിനേഷനിൽ നിന്ന് നീ നീങ്ങിയാൽ, നിന്നെ ശിക്ഷിച്ച് നിന്നെ ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുവരുന്ന ഈ ശിക്ഷ നിന്നെ തകർക്കാനുള്ള ശിക്ഷയല്ല, ഇത് നിന്നെ വളർത്താനുള്ള ശിക്ഷയാണ്. തീത്തോസിന്റെ ലേഖനത്തിലെ ഭാഷ പറഞ്ഞാൽ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്ന ദൈവകൃപ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ പിതാവ് നമുക്ക് ആലോചന നൽകുന്ന പിതാവാണ്. ഈ പിതാവ് നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്ന പിതാവാണ്. തീർന്നില്ലല്ലോ. ലോകപ്രകാരമുള്ള അപ്പന്മാർ മക്കൾക്ക് വേണ്ടി നന്നായി കരുതുന്നുവെങ്കിൽ ഈ പിതാവ് നമുക്ക് വേണ്ടി കരുതുന്ന പിതാവാണോ? നമുക്ക് നോക്കാം. മത്തായി സുവിശേഷത്തിലേക്ക് വരാം. 6-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. മാത്യു ചാപ്റ്റർ 6.
6-ാം അധ്യായത്തിന്റെ 26-32 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. 26-32 വാക്യങ്ങൾ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കരുതുന്ന ഒരു പിതാവിനെയാണ്. ആകാശത്തിലെ പറവയെ നോക്കുവാൻ അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുറിൽ കൂട്ടി വെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. ഇവിടെ അവയെന്ന് പറയുമ്പോൾ ഇവിടെ ആകാശത്തിലെ പറവയെന്ന് പറയുന്നുള്ളൂ. പക്ഷെ ഇവിടെ അവയെന്ന് പറഞ്ഞ ബഹുവചനമാണ്. അപ്പൊ പറവയല്ലാതെ വേറെ എന്തോ ഉണ്ട്? ഉണ്ട്. മോൾ പറയുന്നുണ്ട്. എന്താണ്? താമരയെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് ബഹുവചനത്തിൽ. അപ്പൊ ഇവിടെ പറവയെക്കുറിച്ചും താമരയെക്കുറിച്ചുമാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ എന്ന് പറഞ്ഞാൽ, ആകാശത്തിലെ പറവയ്ക്ക് വേണ്ടി, താമരയ്ക്ക് വേണ്ടിയൊക്കെ കരുതുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, അവയെ പുലർത്തുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, അവയെക്കാട്ടിലും വിശേഷതയുള്ളവരാണ് നിങ്ങൾ. എന്താ നമ്മുടെ വിശേഷത? നാം മക്കൾ എന്ന ബന്ധത്തിലാണ്, നാം പുത്രന്മാർ എന്ന ബന്ധത്തിലാണെങ്കിൽ, ആ വിശേഷതയുള്ള നമുക്ക് വേണ്ടി എത്രയധികമായി പിതാവ് കരുതും, എത്രയധികമായി പിതാവ് നമ്മെ പുലർത്തും. സ്തോത്രം. 32-ാമത്തെ വാക്യം നോക്കാം. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. മോളിൽ പറയുന്നുണ്ട് ഏത് വകയാ? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും. അടുത്ത പറയുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. അർത്ഥാൽ നിങ്ങളുടെ തലമുറകൾക്ക്, നിങ്ങൾ മക്കൾ എന്ന പദവിയിലാണെങ്കിൽ, നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്നുള്ളത് നിങ്ങളുടെ പിതാവ് നിങ്ങൾ പറയാതെ അറിയുന്നു. നിങ്ങളെ 1-ാം ക്ലാസ്സിൽ കൊണ്ടുവിട്ടത് നിങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ. നിങ്ങളുടെ കല്യാണം നടത്തി നിങ്ങൾ പറഞ്ഞിട്ടല്ലോ. നിങ്ങൾ ഇന്ന സ്കൂളിൽ വിട്ടത് നിങ്ങൾക്ക് ഇന്ന എന്ന് പറഞ്ഞാൽ, നിനക്ക് അതാത് പ്രായത്തിൽ അതാത് വയസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ നിനക്ക് വേണമെന്ന്, എന്തൊക്കെ നിനക്ക് വേണ്ടി ചെയ്യണമെന്ന് ഈ ലോകപ്രകാരമുള്ള അപ്പന്മാർക്ക് അറിയാമെങ്കിൽ, നിന്റെ മക്കൾക്ക് ഇത്ര വയസ്സായെന്ന്, ഇന്നത് ചെയ്യണമെന്ന് അത് നിനക്ക് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ, ഇന്ന് രാവിലെ സമയം മനസ്സിലാക്ക്, ഈ മാസത്തിൽ നിന്റെ കാര്യങ്ങളിൽ ഇന്ന വിഷയങ്ങൾ ചെയ്തു തീർക്കണമെന്ന് ഈ നിന്റെ പിതാവിനറിയാം. സ്തോത്രം. അവൻ നിന്റെ ഡാഡിയാണെങ്കിൽ നിശ്ചയമായും അവനറിയാം, അവൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ദൈവത്തിന്റെ കരുതലിന്റെ ആഴത്തെ കുറിച്ച് പറയാനാണ് ഇവിടെ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, വയലിലെ താമര. സ്തോത്രം. 28-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. എന്താ വയലിലെ താമരയെ കുറിച്ച് പറയുന്നത്? വയലിലെ താമര എങ്ങനെ വളരുന്നുവെന്ന് നിരൂപിപ്പിൻ, അവ അധ്വാനിക്കുന്നില്ല, നിൽക്കുന്നില്ല. കണ്ടോ? ഇനി 26-ാമത്തെ വാക്യത്തിലാണ് ആകാശത്തിലെ പറവയെ കുറിച്ച് പറയുന്നത്. സ്തോത്രം. അത് നമ്മൾ മുമ്പ് വായിച്ചു. ആകാശത്തിലെ പറവ വിതയ്ക്കുന്നുമില്ല, കൊയ്യുന്നുമില്ല, കളപ്പുറയെ കൂട്ടി വെക്കുന്നുമില്ല, പക്ഷേ ദൈവം അവയെ കരുതുന്നു. നിങ്ങൾ ഓർത്ത് വെക്കുക, എന്തിനാ ഈ 2 കാര്യത്തിനെ സാദൃശ്യപ്പെടുത്തി പറഞ്ഞെന്നറിയാമോ? എന്ത്? താമര, 2 പറവ. താമരയുടെ പ്രത്യേകത എന്താണ്? സ്തോത്രം. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്തോത്രം. താമര ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുന്നുള്ളൂ, ചലിക്കുന്നേ ഇല്ല. അവരുടെ തോട്ടും ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുന്നു. സ്തോത്രം. ആ നിൽക്കുന്നിടത്തുനിന്ന് മുകളിലോട്ട് മാത്രം വളരുമെന്നല്ലാതെ താമരയ്ക്ക് വേറെ ഒരു സ്ഥലത്തോട്ടും സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ല. സ്തോത്രം. ഇവിടെ എന്നാൽ നേരെ ഓപ്പോസിറ്റ് ആണ് പറവ. പറവയ്ക്ക് എന്താ പ്രത്യേകത? പറന്ന് നടക്കാൻ സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ആരുടെയെങ്കിലുമൊക്കെ വിരിയമ്പുറത്ത് പോയി എന്തെങ്കിലുമൊക്കെ കൊത്തിയെടുത്തുകൊണ്ട് വരാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. അപ്പം ദൈവം എന്താ പറയുന്നതെന്നറിയാമോ? സ്തോത്രം. താമരയെ സംബന്ധിച്ച് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും അവിടെ കൊണ്ട് കൊടുക്കണം അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി. സ്തോത്രം. പക്ഷെ ഇത് പറവയെ സംബന്ധിച്ച് അതിന് പോയി എടുക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ ദൈവം പറയുന്നറിയാമോ? സഞ്ചാര സ്വാതന്ത്ര്യമില്ലാത്ത ഒരിടത്ത് സ്ഥിരമായി നിൽക്കുന്ന താമരയെയും ചലന സ്വാതന്ത്ര്യമുള്ള പറക്കാൻ കഴിയുന്ന പറവയെയും കരുതുന്നത് ഞാനാണെന്ന് ദൈവം പറയുന്നത്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഈ ലോകത്ത് എത്ര ടൈപ്പ് ആളുകളുണ്ട്? സഞ്ചാര സ്വാതന്ത്ര്യമുള്ളവരുണ്ട്, അംഗവൈകല്യമുള്ളവരുണ്ട്, അത് പല രീതിയിൽ ജനിച്ചവരുണ്ട്. അവരെയും സഞ്ചാര സ്വാതന്ത്ര്യമുള്ളവരെയും അത് എല്ലാവരെയും പുലർത്തുന്നത് ഞാനാണെന്ന് ദൈവം തെളിയിക്കുന്നതാണ് താമരയുടെയും പറവയുടെയും അക്ഷരികമായ സാദൃശ്യങ്ങൾ പരിശുദ്ധാത്മാവിടെ പറയുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമായി വിളിച്ചു പറയാം. സ്തോത്രം. നീ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്.
നിനക്ക് വേണ്ടി കരുതാൻ ഈ പിതാവ് ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ സമയം ആ പിതാവുമായിട്ടുള്ള നമ്മുടെ ബന്ധം അപ്പൻ മകൻ ബന്ധമാണോ എന്ന് പരിശോധിക്കണം. സ്തോത്രം. എത്ര പേര് പ്രാർത്ഥനാ മുറിയിൽ ദൈവമേ എന്നുള്ളതിന് പകരം പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്? നിങ്ങളെ സുവിശേഷങ്ങൾ പരിശോധിച്ച് യേശു എപ്പോ പ്രാർത്ഥിച്ചാലും പിതാവേ എന്നേ വിളിക്കാറുള്ളൂ. നമ്മൾ വിളിക്കുന്ന വേറെ പലതും ഒക്കെയാ. ഞാൻ അതിലോട്ടൊന്നും വരുന്നില്ല. സ്തോത്രം. കർത്താവ് പ്രാർത്ഥിക്കാൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോഴും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കാരണം അങ്ങനെ പ്രാർത്ഥിച്ചാലേ ആ പ്രാർത്ഥന അപ്പൻ മകൻ ബന്ധത്തിന്റെ നിഴല് അത് ആ ഒരു ക്രിസ്തീയ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയും. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം വായിച്ചു നോക്കി. അവിടെ യേശു പിതാവിനെ അഭിസംബോധന ചെയ്യുന്നത് മഹത്വമുള്ള പിതാവേ, നീതിയുള്ള പിതാവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. പൗലോസും ലേഖനത്തിൽ മഹത്വമുള്ള പിതാവ് എന്നൊക്കെ. അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇന്ന് രാവിലെ സമയം അവൻ വെറും ദൈവമല്ല. സ്തോത്രം. അവൻ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് സാധിപ്പിച്ചു തരുന്ന ഏജൻസി അല്ല. പകരം ഇന്ന് രാവിലെ നാം ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കയറി വരികയാണ്. ആ സ്വാതന്ത്ര്യം ഡാഡി എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം. എല്ലാ തലകളും മണക്കി കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ അതരങ്ങൾ തുറന്ന് പിതാവേ എന്ന് വിളിച്ചുകൊണ്ട്, അത് ഡാഡി എന്ന് വിളിച്ചുകൊണ്ട്, ഒരു കൊച്ചു കുഞ്ഞ്, അതേ ആ കുഞ്ഞ് തന്റെ അപ്പന്റെ അടുക്കൽ, അപ്പൻ വൈകിട്ട് ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അപ്പന്റെ അടുക്കലേക്ക് ഓടി വരുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇന്ന് രാവിലെ സമയം ഈ ഭൂമിയിൽ നീ പലരുടെയും അപ്പനായിരിക്കാം, പക്ഷെ നിനക്കൊരപ്പനുണ്ട്. ആ അപ്പൻ, അതെ, നീ ഭൂമിയിലെ നിന്റെ മക്കൾ നിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നില്ലായിരിക്കാം, ഒരുപക്ഷെ അവരിൽ നിന്ന് പരിഗണന ലഭിക്കുന്നില്ലായിരിക്കാം, പക്ഷെ ഇന്ന് രാവിലെ സമയം നിനക്കൊരപ്പനുണ്ട്. ആ അപ്പൻ നിനക്ക് വേണ്ടി ആലോചന പറഞ്ഞു തരുന്ന, നിന്നെ തെറ്റ് കണ്ടാൽ ശിക്ഷിച്ചു വളർത്തുന്ന, നിനക്ക് വേണ്ടിയത് കരുതുന്ന, നരയ്ക്കുവോളം ചുമക്കാമെന്ന് പറഞ്ഞ, നരച്ചു കഴിഞ്ഞാലും നിന്നെ ചുമക്കുന്ന, മരണം വരെ നീ ആർക്കും ഭാരമാകാതെ, ആർക്കും ശല്യമായി തീരാതെ, ഒരിടത്തും വീണുപോകാതെ നിന്നെ കരുതാൻ കപ്പാസിറ്റി ഉള്ള ഒരു പിതാവ് നിനക്കുണ്ട്. ഇന്ന് രാവിലെ സമയം ആ പിതാവിനെ ഒന്ന് ഹൃദയം തുറന്ന്, എത്ര പേർക്ക് അത് ഡാഡി എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട്? ഇന്ന് രാവിലെ അങ്ങനെയുള്ളവർ ഒരു വലിയ കരുതൽ ഈ മാസങ്ങളിൽ, ഈ ദിവസങ്ങളിൽ ആ പിതാവിൽ നിന്ന് അനുഭവിക്കുന്ന മണിക്കൂറുകൾ എന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഈ രാവിലെ ആ ബന്ധത്തിലേക്കൊന്ന് നാം വരട്ടെ. ആ ക്രിസ്തീയ ബന്ധ സ്വാതന്ത്ര്യം, റിലേഷണൽ ആ ബന്ധ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. പിതാവേ, ഞങ്ങൾക്ക് നൽകി തന്ന നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾ അനുഭവിക്കേണ്ട ചില സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ടല്ലോ. അതിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങയുമായിട്ടുള്ള പിതാവേ എന്നുള്ള ആ ഹൃദയം തുറന്ന് വിളിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഇന്ന് രാവിലെ ഞങ്ങൾ അതിൽ പ്രശംസിക്കുന്നു. പ്രപഞ്ചം നിർമ്മിച്ചവനെ പിതാവേ എന്ന് വിളിപ്പാൻ അങ്ങയുടെ പുത്രന്റെ ആത്മാവിനെ ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നുവല്ലോ. ആ ആത്മാവിൽ നിന്നുകൊണ്ട് ധൈര്യസമേതം ഞങ്ങൾക്ക് അങ്ങയെ പിതാവായി കണ്ട് അങ്ങയെ സ്നേഹിപ്പാൻ, അങ്ങയുടെ സ്നേഹം രുചിച്ചറിയാൻ കർത്താവ് നൽകുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. എല്ലാത്തിലും തിരുനാമഹത്വം എടുക്കണമേ. പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം. കൃപയിൽ മറയ്ക്കും യേശു ക്രിസ്തുവിൻ